നമ്മുടെ നയനയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുകയാണ്. അതായത് നമ്മുടെ അനിയാണ് നമ്മുടെ നന്ദുവിൻ്റെ കാമുകൻ എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ നയന. അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായാലും കനക പറയില്ല, നമ്മുടെ ഗോവിന്ദനും പറയില്ല. പിന്നെ നമ്മുടെ നയന ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അത് പറയാൻ റെഡിയായിട്ട് ഞാനും നിങ്ങളുടെ മുന്നിലേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. നമ്മുടെ നന്ദു ഉണ്ടല്ലോ, കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണാടിയിൽ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നന്ദുവിന് കോള് വരുന്നത്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ കോളാണ്. നയന് സംസാരിക്കുമ്പോൾ നയന ചോദിക്കുകയാണ്, മോളെ നന്ദു, നിനക്ക് സുഖമല്ലേടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്. സങ്കടത്തിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാലോ. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുകയാണ്, എന്താ നന്ദൂട്ടാ, നീ എന്താ കരയുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ ചേച്ചി, എന്നെ ഇവിടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നെന്നോ? ആര്? അത് അച്ഛൻ എന്നെ ഇവിടെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക നയനേച്ചി. എന്നെ പുറത്തെങ്ങും പോകാൻ സമ്മതിക്കുന്നില്ല. അതെന്താ മോളെ അച്ഛൻ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്? അച്ഛൻ സാധാരണ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ലല്ലോ. അമ്മയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ അച്ഛൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ലല്ലോ. എന്താ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത്? എനിക്കറിയില്ല ചേച്ചി, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ഗോവിന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നയന ചോദിക്കുകയാണ്, എന്തിനാ അച്ഛൻ നന്ദുവിനെ പൂട്ടിയിട്ടിരിക്കുന്നത്? സാധാരണ അമ്മയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ ഇതിപ്പോൾ എന്താ പറ്റിയത്? അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലായിരുന്നല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, മോളെ, മക്കളുടെ പോക്ക് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അവരെ പൂട്ടിയിടേണ്ടിയൊക്കെ വരും. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ എന്തെങ്കിലുമൊക്കെ എന്നിൽ നിന്നും ഒളിക്കുന്നുണ്ടോ? നമ്മുടെ നന്ദു ചെറുപ്പകാലം മുതൽക്കേ കുട്ടിക്കാലം മുതൽക്കേ അവൾക്ക് ആൺകുട്ടികളുമായിട്ടാണല്ലോ ഫ്രണ്ട്ഷിപ്പ്. അതിന് അവളെ മുറി പൂട്ടിയിരിക്കുന്ന കാര്യമൊക്കെ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, മോളെ, അവളിപ്പോൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ അവളുടെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ കോള് കട്ട് ചെയ്യാണ്. അപ്പോഴും ആരും നമ്മുടെ നയനയോട് ഒന്നും വ്യക്തമായിട്ട് പറയാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മുടെ നയന ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന നേരെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഇരിക്കുന്ന സ്കൂട്ടിയിൽ കയറി ഹെൽമറ്റൊക്കെ വെച്ചൊരു പോക്കങ്ങ് പോവുകയാണ് നമ്മുടെ നയന. നേരെ പോകുന്നത് നമ്മുടെ നന്ദാവനത്തിലേക്കാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ഇങ്ങനെ തുടച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന അവിടെ ചെന്നിറങ്ങുകയാണ്. അപ്പോൾ നയനയുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുന്നു, ഇത് ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഉടനെ ചോദിക്കണം, മോളെ, നീ എന്താ കുറച്ച് മുമ്പല്ലേ നീ ഫോൺ വിളിച്ചത്? ഇത്ര പെട്ടെന്ന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ഞാൻ എങ്ങനെയാച്ചാ വരാതിരിക്കുന്നത്? നിങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഒളിപ്പല്ലേ. നിങ്ങളാരും എന്നോട് ഒരു സത്യം തുറന്നു പറയില്ലല്ലോ. അതുകൊണ്ടേ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് സത്യാവസ്ഥയുടെ കാര്യമാണ് മോളെ നീ പറയുന്നത്? അച്ഛാ, നന്ദുവിനെ എന്തിനാ അച്ഛൻ പൂട്ടിയിട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയണം, മോളെ, അത് വേണ്ട അച്ഛാ, വേണ്ട. അച്ഛൻ ഇനി ഒരു കാര്യവും എന്നോട് പറയണ്ട. ഞാനേ അത് അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുറിയിലേക്ക് പോവുകയാണ് നമ്മുടെ നയന. മുറിയിൽ ചെന്നിട്ട് നയന പുറത്തുനിന്ന് ലോക്ക് എടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞൊലിച്ച രീതിയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നയന അടുത്ത് നിന്നിട്ട് പറയാണ്, മോളെ നന്ദു, നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദു എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയണം, ചേച്ചി, നയനേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ചേച്ചി. എന്നെ അച്ഛൻ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. നീ എന്ത് തെറ്റാ മോളെ ചെയ്തത്? എന്തായാലും അച്ഛൻ വെറുതെ നിന്നെ ഇതിനകത്ത് പൂട്ടിയിടത്തില്ല. എന്താ കാരണം? എനിക്കറിയില്ല ചേച്ചി, എനിക്കൊന്നും അറിയില്ല. കഷ്ടം, പാവം പൊടി കൊച്ച്, എനിക്കൊന്നും അറിയില്ല ചേച്ചി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നന്ദു. അപ്പോൾ ഉടനെ നയന പറയാണ്, സാരമില്ല മോളെ, ഞാൻ വന്നില്ലേ, നീ സന്തോഷമായിട്ടിരിക്കുക, കരയില്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു നമ്മുടെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ സങ്കടം വരികയാണ് നമ്മുടെ നയനയ്ക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ നയനയോട് നന്ദു കണ്ണീരൊക്കെ തുടച്ചതിന് ശേഷം പറയണേ, ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചേച്ചിക്ക് ചായ ഇട്ടിട്ട് വരാം.
വേണ്ട മോളെ, ചായയൊന്നും എനിക്ക് വേണ്ട. അത് ചേച്ചി ഇങ്ങോട്ട് വന്നത് ആദർശ് ചേട്ടനോട് പറഞ്ഞിട്ട് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയാണ്, ആ ഞാനിങ്ങോട്ട് വന്നത് ശരിക്കും ആരും കണ്ടില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. നീ ഫോണിൽ കൂടെ കരയുന്നത് കേട്ടപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നിയില്ലടി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നന്ദു ചോദിക്കണം, ഇപ്പോൾ ആദർശ് ചേട്ടൻ പഴയ പോലൊക്കെ തന്നെയാണോ ചേച്ചി? ചേച്ചിയോട് ഇപ്പോൾ ആദർശ് ചേട്ടൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം പ്രത്യേക ഇഷ്ടങ്ങൾ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയാണ്, നന്ദുവിനോട് നയന പറയാണ്, എൻ്റെ കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ, നിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദു? ഏയ് ഒന്നുമില്ല ചേച്ചി. നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. പിന്നെ എന്താ നിൻ്റെ സങ്കടം, എന്താ നിൻ്റെ വിഷമത്തിന് കാരണം എന്നിങ്ങനെ പറയുമ്പോൾ, ചേച്ചി ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. എനിക്ക് നിൻ്റെ ചായയൊന്നും വേണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇടയ്ക്കിടയ്ക്ക് ഈ ചായയുടെ കാര്യം എടുത്തിരുന്നത്? അല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ നന്ദു പോകുന്ന സമയത്തിന് നയന പുറത്തോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് നയന പെട്ടെന്ന് ഓർക്കുകയാണ്, ഇവരുടെ ഫോൺ ഒന്ന് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന നമ്മുടെ നന്ദുവിൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് അനിത എന്ന് പറയുന്നത് കോൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടല്ലോ. എന്തായാലും ഞാൻ വന്ന ആ ദിവസം ഉണ്ടല്ലോ, ആ ഡേറ്റ് വെച്ചിട്ട് നോക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയന ആ ഡേറ്റ് വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ അനിത എന്ന് വിളിച്ച കോളുകൾ പഴയ നമ്പറിൽ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ വിളിച്ചതായിട്ടുള്ള കോൾ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഈ രാത്രി 12 മണിക്കും 1 മണിക്കും വെളുപ്പാങ്കാലത്ത് 2 മണിക്കും 4 മണിക്കൊക്കെ ഇത് ആരാ വിളിക്കുന്നത്? ഇതേതാ ഈ അനിത? നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് നയന നേരെ ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. നോക്കുമ്പോൾ ഉടനെ നയന ഞെട്ടിപ്പോവുകയാണ്. നയന വിചാരിക്കുകയാണ്, ഈശ്വര, ഇത് അനിയുടെ നമ്പറാണല്ലോ. അപ്പോൾ അനിയായിരുന്നോ ഈ അനിത എന്നിങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ നയനയ്ക്ക് എല്ലാം ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അനി സ്നേഹിക്കുന്നത് നന്ദുവിനെ ആയിരുന്നോ? നന്ദു സ്നേഹിക്കുന്നത് അനിയെ ആയിരുന്നോ? ഇല്ല, ഇത് അനുവദിച്ച് കൊടുത്തുകൂടാ. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അനാമിക പാവം അനിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ നയനയ്ക്ക് നല്ല സങ്കടം വരികയാണ്. അങ്ങനെ നയന ഫോൺ അവിടെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഒന്നും മിണ്ടാണ്ട് നേരെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഗോവിന്ദൻ തന്നെയുണ്ട്. ഗോവിന്ദൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, മോളെ, നീ നന്ദുവിനെ കണ്ടായിരുന്നോ? അതെ അച്ഛാ, മുറിയിലുണ്ടായിരുന്നു. നീ എന്നിട്ട് കതവ് പൂട്ടിയോ പുറത്ത് നിന്ന്? എന്തിനാ അവളെ പൂട്ടിയിടുന്നത്? അതിൻ്റെ ആവശ്യം എന്താ അച്ഛാ? അല്ല മോളെ, അവൾ പുറത്തേക്ക് കണ്ണ് തപ്പി ഇറങ്ങിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ അവളെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നയന പറയണം, എന്തിനാ അച്ഛാ അതിൻ്റെ ആവശ്യം? 10-20 വയസ്സായൊരു പെൺകുട്ടിയല്ലേ അവളെ അച്ഛൻ പൂട്ടിയിട്ടാലും എത്ര നാൾ അച്ഛൻ അവളെ പൂട്ടിയിടും? അവൾക്ക് ഈ റൂമിൽ കിടന്ന് അവൾക്ക് മടുപ്പ് തോന്നില്ലേ? അവൾ ഈ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ. അവളെ അച്ഛന് പുറത്ത് വിടാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛൻ പുറത്ത് വിടണ്ട, പക്ഷേ ഈ വീടിൻ്റെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നത് വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, ഗോവിന്ദൻ പറയണം, മോൾ ഇങ്ങോട്ട് ഇരിക്കും മോളെ. നന്ദു മോക്ക് ചായ ഇടാൻ വേണ്ടിയിട്ടോ മറ്റോ പോയിട്ടുണ്ടാവും. അടുക്കളയിൽ തവുക്കുന്ന ശബ്ദം എന്ന് വെച്ചാൽ തട്ടി മുട്ടയൊക്കെ ചെയ്യുന്നതിൻ്റെ ശബ്ദമൊക്കെ കേട്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയാണ്, വേണ്ടച്ചാ, എനിക്കിനി ചായയൊന്നും വേണ്ട, ഞാനൊന്നും കുടിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഞാൻ വീട്ടിൽ ആരും കാണാതെയൊക്കെ വന്നതല്ലേ, അപ്പോൾ ഞാനങ്ങ് പോട്ടെ എന്നിങ്ങനെ പറയാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ ചോദിച്ചതിൻ്റെ വ്യക്തമായ ഒരു ഉത്തരം അച്ഛൻ എനിക്ക് തന്നിട്ടില്ല. ഒരുപാട് തവണ ഞാൻ പല കാര്യങ്ങളും നന്ദുവിൻ്റെത് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അച്ഛനും അമ്മയും എന്നിൽ നിന്ന് ഓരോന്നും അമ്മ മൂടി വെക്കുന്നതല്ലാതെ എന്നോട് ഒരു കാര്യവും തുറന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന പോവുകയാണ്. നയന അപ്പോഴത്തേക്ക് പോകാനായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദു പറയുന്നത്, ചേച്ചി ദേ ഈ ചായ കുടിക്കുക ചേച്ചി ഇത് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ചേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഉടനെ നന്ദുവിനെ നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് ചായയൊന്നും വേണ്ട ചേച്ചി, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ ചേച്ചി, കുടിച്ചിട്ട് പോ ചേച്ചി. വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നയന ഒന്നും മിണ്ടാണ്ട് നയനയുടെ സ്കൂട്ടിയിൽ നയന അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നന്ദു പറയണം, അച്ഛൻ ഈ ചായ കുടിക്കുക, എനിക്കിതിൻ്റെ ചായയും വേണ്ട, ഒന്നും വേണ്ട, കൊണ്ടുപോ എന്നിങ്ങനെ പറയണ ഗോവിന്ദൻ. അപ്പോൾ ഉടനെ നന്ദു പറയണം, എന്താ അച്ഛാ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, നിന്നോട് ഞാനൊന്നും പെരുമാറുന്നില്ല, നീ കഷ്ടപ്പെട്ടിട്ടതല്ലേ, നീ തന്നെ കൊണ്ടുവച്ചിരുന്ന് കുടിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നന്ദു പറയുകയാണ്, അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ അച്ഛാ, ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ അതിങ്ങനെ കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ കനക മേശ തുടച്ചുകൊണ്ടിരിക്കുകയാണ്.
മേശ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ നയനയോട് കനക ചോദിക്കാണ്, ആ നയനെ മോളെ, നീ ആരോടും പറയാതെ ഇത് എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് കനക ചോദിക്കുകയാണ്, എന്താ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത്, എന്ത് പറ്റി മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, നയനയ്ക്ക് ദേഷ്യം വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ദേഷ്യപ്പെട്ട് തന്നെയാണ് നയന പറയുന്നത്. പിന്നെ ഞാൻ എന്തിനു ചോദിക്കണം, ഞാൻ നന്ദുവിൻ്റെ കാര്യം അമ്മയോടും അച്ഛനോടും ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അവളുടെ ഈ ഭാവമാറ്റത്തിന് കാരണം എന്താണെന്ന് നിങ്ങളോട് എല്ലാവരോടും എത്രയോ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം മൂടി വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എൻ്റെ ആവശ്യമല്ലേ. ഇന്നാണെങ്കിൽ അച്ഛൻ നന്ദൂട്ടനെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എനിക്കറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ കനക ചോദിക്കുകയാണ്, എന്താ മോളെ നീ പോയിട്ട് നീ വല്ലതും കണ്ടെത്തിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വെറുതെയാണ് നയന പറയാണ്, കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ കണ്ടെത്തിക്കോളും. നീ എങ്ങനെ കണ്ടെത്താന്നാണ് നീ പറയുന്നത്? ഞാനേ കല്യാണിയെ വിളിച്ചിട്ട് സൈബർ സെല്ലിൽ നിന്നും നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അതായത് അനിത എന്ന് പറഞ്ഞ് വിളിച്ച് അതിനകത്ത് കിടന്ന ആ നമ്പർ സൈബർ സെല്ലിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനിയും നയനയും കൂടിയുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് അനിയാണെങ്കിൽ നയനയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ അനി, എന്താ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയണം, ഏട്ടത്തി സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇത്രയും നാൾ കരുതിയത് നമ്മുടെ ഈ അനന്തപുരിയിലുള്ള എല്ലാവരും വിശാല മനസ്സിനുടമസ്ഥരാണ് എന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, എല്ലാവരുടെയും മനസ്സ് ഇടുങ്ങിയ മനസ്സാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മുത്തശ്ശൻ്റെത് ഉൾപ്പെടെ അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി. എല്ലാവരും സ്വാർത്ഥരാണ്. അപ്പോൾ ഉടനെ നയന ചോദിക്കണേ, എന്താ അനി നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നാൻ കാരണം? അപ്പോൾ ഉടനെ അനി പറയണം, എല്ലാവരും എല്ലാവരുടെ കാര്യത്തിനും അടിച്ചു പൊളിച്ചായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കും. അതായത് എല്ലാവരുടെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഉത്കണ്ഠയാണ്. അപ്പോൾ എല്ലാവരും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാനും ആരുമില്ല, എൻ്റെ ഒരു പ്രശ്നം ആർക്കും മനസ്സിലാക്കാനും ആരുമില്ല എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നയനയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നയനെ ചോദിക്കുകയാണ്, നീ ഇതെന്തൊക്കെ വിട്ടിത്തരമാണ് നീ പറയുന്നത്? നീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. അതെന്താ ഏട്ടത്തി കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ളത്? എല്ലാവരും ഇവിടെയുള്ള ഒരു സ്വാർത്ഥരാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. നീ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ഏട്ടത്തി, ശരിക്കും പറഞ്ഞാൽ അനാമികയുമായിട്ടുള്ള വിവാഹം എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ആരും അതനുസരിച്ചില്ല. മുത്തശ്ശൻ്റെ ഇഷ്ടത്തിന് വാക്ക് കൊടുത്തു. പിന്നെ എല്ലാവരും അതിനൊപ്പം സപ്പോർട്ട് ചെയ്തു നിന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നു ഞാൻ അനാമികയെ വിവാഹം കഴിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനാമികയെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. എനിക്ക് അവളുമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ഈ സമയം വരെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, അനി അതൊക്കെ ജീവിതമാകുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻ്റാണ്, അതൊക്കെ അതിൻ്റെ മുറ പോലെ അങ്ങ് നടന്നു പോകും. കല്യാണമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നിൻ്റെ ഇപ്പോഴുള്ള ഈ അകൽച്ചയൊക്കെ മാറിക്കോളും എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണം, അങ്ങനെയൊന്നും ഏട്ടത്തി പറയണ്ട. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഏട്ടത്തിയും ആദർശേട്ടനും തമ്മിലുള്ള അകൽച്ച മാറിയില്ലല്ലോ, നിങ്ങൾക്കിടയിൽ ഇപ്പോഴും കല്ലുകടി അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അനി. അപ്പം നയനയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ്. അപ്പോൾ എന്നിട്ട് നയനയോട് അനി പറയാണ്, എന്തായാലും ഏട്ടത്തി എനിക്ക് അനാമിക ഇഷ്ടമല്ല. അനാമികയുടെ സ്വഭാവം തീരെ ഇഷ്ടമല്ല. എന്തും എവിടെയും ആര് ഏതെന്ന് നോക്കാതെ ഇടിച്ച് കയറി വന്ന് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ് അനാമികയ്ക്കുള്ളത്. എനിക്ക് അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും? ഇത്രയും നാളായിട്ട് അവൾക്ക് അവളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പക്വതയും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിന്നിട്ട് നയന ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ ഇടയ്ക്കൊക്കെ ഉണ്ടെന്ന് നീ പറയാറുമുണ്ട്, പക്ഷെ അത് ആരെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നയന ചോദിക്കുകയാണ്, അനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇനി ആരെ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിലും അവരുമായിട്ടുള്ള കല്യാണമൊന്നും നടക്കത്തില്ല. നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ ഉപേക്ഷിച്ചേരെ. അനാമികയും നീയും ചേർന്നുള്ള കല്യാണം, അതാണ് ഇവിടെ അനന്തപുരിയിൽ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് മാത്രമേ നടക്കുള്ളൂ. കാരണം മുത്തശ്ശൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അതൊരിക്കലും മുത്തശ്ശൻ മാറ്റി പറയില്ല. അതുകൊണ്ട് നീ ആയിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് അനി പറയണേ, അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഒരു കാര്യം ചെയ്യുമോ എനിക്ക് വേണ്ടിയിട്ട്? എന്താ അനി? എൻ്റെ കല്യാണം ഒന്ന് നീട്ടി വെപ്പിക്കാനെങ്കിലും ഏട്ടത്തി വിചാരിച്ച് നടക്കില്ലേ? അപ്പോൾ ഉടനെ നയന ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് നയന പറയണേ, ഇല്ല ഇനി ഒരിക്കലും നടക്കില്ല. അല്ല നീ അനാമികയുടെ പിന്നാലെ നടന്ന ആളായിരുന്നല്ലോ,
എന്നിട്ടെന്താ ഇത്ര പെട്ടെന്ന് എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? അല്ല ഏട്ടത്തി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവളോട് പ്രണയമൊന്നുമില്ല. അവൾ തന്നെയാണ് ശരിക്കും എനിക്ക് അവളോട് പ്രണയം ഉണ്ടെന്നൊക്കെ വരുത്തി തീർത്തത്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു കവിത അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ എനിക്ക് ആരാധിക എന്നും പറഞ്ഞിട്ട് എനിക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടി കറണ്ട് പോയേ, അതുകൊണ്ടാണ് ഈ ഇരുട്ട് വന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിനകം ഒരു ഗുഹയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതിപ്പോൾ കട്ടൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ തീരും, എപ്പിസോഡ് ഇപ്പോൾ തീരും. അങ്ങനെ പറയുകയാണ്. എന്തായാലും എനിക്ക് അവളോട് അങ്ങനെയുള്ള പ്രണയമൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അവളോടൊരു എന്താ പറയുന്നത്, അവൾക്ക് എന്നോട് ആരാധന ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്, എന്നെ ആദ്യമായിട്ടൊരു പെൺകുട്ടി എനിക്കൊരു ആരാധിക എനിക്ക് ആദ്യമായിട്ടുണ്ടായി എന്നറിയുമ്പോഴത്തേക്ക് ആ ഒരു ഇത് മാത്രമേ എനിക്ക് അവളോട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് പറയുമ്പോഴും എന്നോടുള്ള ഒരു ആരാധിക എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളുടെ പിന്നാലെ നടന്നത് അത്രയും. അല്ലാതെ എനിക്ക് അവളോട് പ്രണയവും മണ്ണാങ്കട്ടെ ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് അവളുടെ സ്വഭാവമേ തീരെ ഇഷ്ടമല്ല എന്നിങ്ങനെ നമ്മുടെ അനി പറയുകയാണ്. അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന മുത്തശ്ശനും മുത്തശ്ശിക്കും ചായ കൊണ്ട് ചെല്ലുകയാണ്. അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മുത്തശ്ശൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, മുത്തശ്ശ, അനിക്ക് വിവാഹത്തോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്തതുപോലെയാണ്, എന്താണെന്ന് അറിയില്ല. അനി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു താല്പര്യമില്ല അനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ്, അനി അതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ, ജാനകിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിക്ക് വിവാഹത്തോട് ഒരു താല്പര്യമില്ലെന്ന്, അതെന്താ, അവൻ്റെ മനസ്സിൽ ആരോടെങ്കിലും സ്നേഹം വല്ലതും ഉണ്ടോ എന്നിങ്ങനെ അങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ഉടനെ നയന പറയുകയാണ്, അത് പിന്നെ എന്താ പറയുന്നത്, അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല മുത്തശ്ശ, പക്ഷേ അവനിപ്പോൾ കല്യാണത്തിനോട് ഒരു താല്പര്യവും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം പറഞ്ഞിട്ട് എപ്പിസോഡ് തീരാണ്. എന്തായാലും ഇന്നത്തെ പത്തനംമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. ഇത് ഇന്നലത്തെ 6-ാം തീയതിയിലെ എപ്പിസോഡാണ്. ഇന്നലെ എനിക്ക് പറ്റിയില്ല ഇടാനായിട്ട്. കാര്യം എനിക്ക് നല്ല ശ്വാസം മുട്ടൊക്കെ ആയിട്ട് മെനിങ്ങാന്ന് തൊട്ടേ എനിക്ക് പനിയൊക്കെ വന്നു, ശ്വാസം മുട്ടാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കും ഈ തള്ളച്ചി എപ്പോഴും കുറിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് എന്താണെന്ന്. പക്ഷേ എനിക്കതൊരു ശീലമായിപ്പോയി. രാവിലെ കുളിച്ച് കുറി ഇടുക എന്നുള്ളത് ഒരു സ്വഭാവമായിപ്പോയി. അതിന് മേലെ എഴുതിയാലും കുറി നെറ്റിയിലുണ്ടാവും. അപ്പോൾ ഇനി എന്താണ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാനിനി ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഒന്നാമത് ഇരുട്ടായിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു ഡാർക്ക്നെസ്, അല്ലാതെ തന്നെ ഇതൊരു കൂതറ സെറ്റപ്പാണ്. ഇതിനകത്ത് ഇരുന്നാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായി വരുമ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.